പ്രപഞ്ചത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയ, ഏറ്റവും കൺഫ്യൂസിംഗ് ആയ, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഫോഴ്സ് ഏതാണെന്ന് ഒരു ഫിസിസിസ്റ്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്നോ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫോഴ്സ് എന്നോ ഒക്കെ ആയിരിക്കും. എന്നാൽ ഇതേ ചോദ്യം തന്നെ നമ്മളൊരു ബയോളജിസ്റ്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാൻ ഒരു ഉത്തരമുണ്ട്: ലവ്. പ്രണയം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് വളരെ റാൻഡമായിട്ടാണ് നമ്മൾ പറയുന്നത്. എങ്ങനെയാണ് ആ വ്യക്തിയോട് നമുക്ക് പ്രണയം തോന്നിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഉത്തരം പറയാനേ കഴിയില്ല. അതങ്ങനെ ആയി, പ്രണയം എങ്ങനെയാണ് ഉണ്ടായതെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കത്തില്ല എന്നൊക്കെ ആയിരിക്കും നമ്മുടെ മറുപടി. പക്ഷേ സയൻറ്റിഫിക്കലി സ്പീക്കിംഗ് അത് തെറ്റാണ്. അങ്ങനൊരു റാൻഡംനെസ് അല്ല. ശരിക്കും ബോധപൂർവമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ നമ്മുടെ തലച്ചോറിൽ നടക്കുന്നുണ്ട്. ഒരു അൽഗരിതമുണ്ട്. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, ഈ അൽഗരിതം സകല സമയത്തും നമ്മുടെ തലച്ചോറിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. ഉറങ്ങുമ്പോഴുള്ള കാര്യമല്ല, മറ്റുള്ള വ്യക്തികളെ കാണുമ്പോഴുള്ള കാര്യമാണ്, ഓരോ വ്യക്തികളോട് സംസാരിക്കുമ്പോഴുള്ള കാര്യമാണ്. നിരന്തരമായിട്ട് ആ അൽഗരിതം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അനന്തര ഫലമായിട്ടാണ് നമുക്കൊരു വ്യക്തിയോട് പ്രണയം തോന്നുന്നത്. പ്രണയത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ള സകല കാര്യങ്ങളും ഉൾപ്പെടുത്താൻ ഞാൻ ഈ വീഡിയോയിൽ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് റെഫറൻസുകളുണ്ട്. എല്ലാ റെഫറൻസുകളും എനിക്ക് ഉൾപ്പെടുത്താൻ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പക്ഷേ പരമാവധി റെഫറൻസുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് പരിശോധിക്കാം. പ്രണയം അല്ലെങ്കിൽ ലവിനെ കുറിച്ച് നമുക്ക് അതിൻ്റെ ആദ്യ കാലഘട്ടം മുതൽ ഒന്ന് പരിശോധിക്കാം. ശരിക്കും എങ്ങനെയാണ് ലവ് എന്നുള്ള ഒരു പദമുണ്ടായത്? ലവ് എന്ന പദം ഉണ്ടാകുന്നത് ശരിക്കും ഇംഗ്ലീഷ് ഭാഷ തന്നെ ഉണ്ടാകുന്നതിനും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്. ആ കാലഘട്ടത്തിൽ സംസ്കൃതം ഉണ്ടായിരുന്നു, എന്നാൽ അത് എഴുതിയിരുന്നില്ല. ആളുകൾ സംസാരിക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. ആ കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ലുബ് എന്ന ഒരു വാക്കുണ്ടായിരുന്നു. ആ ലുബ് എന്ന വാക്കിൽ നിന്നാണ് പിന്നീട് ലവ് ഉണ്ടായത്. പക്ഷേ ലുബ് എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ ഇപ്പോൾ വിചാരിക്കുന്നത് പോലുള്ളൊരു അർത്ഥമല്ല. പ്രണയമെന്നൊക്കെ പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുന്നത് കൈകോർത്ത് നടക്കുക, കണ്ണോട് കണ്ണ് നോക്കിയിരിക്കുക, പരസ്പരം ചിരിക്കുക, പ്രണയിക്കുക, പാർക്കിലൂടെ നടക്കുക, അല്ലെങ്കിൽ ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കുക, ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ലുബിന് അതുപോലൊരു അർത്ഥമല്ല. ആ അർത്ഥം കുറച്ച് വൈൽഡാണ്. അതിയായ ആഗ്രഹം, മതിഭ്രമം, തീവ്രമായ മോഹം, അടക്കാനാവാത്ത ആസക്തി. ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് സാഹിത്യത്തിലുള്ള പ്രണയത്തെക്കുറിച്ചോ കവിതകളിലുള്ള പ്രണയത്തെക്കുറിച്ചോ അല്ല. നമ്മുടെ വിഷയവും നമ്മുടെ ചാനലും തീർത്തും വ്യത്യസ്തമാണ്. ശാസ്ത്രത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രണയമെന്ന ഈ വണ്ടിയുടെ ഹുഡ് തുറന്ന് അതിൻ്റെ ഉള്ളിലുള്ള എൻജിൻ നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഹാർഡ്വെയർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പ്രണയവും ഹൃദയവും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന്. പൂർണ്ണമായിട്ടും തലച്ചോറിനാണ് ഇവിടെ സ്ഥാനം. എന്നാൽ തലച്ചോറിന് മാത്രമാണോ സ്ഥാനമുള്ളത്? ഹാർഡ്വെയറിന് മാത്രമാണോ ഇവിടെ ഒരു സാധ്യതയുള്ളത്? അല്ല, സോഫ്റ്റ്വെയറിനും സാധ്യതയുണ്ട്. സോഫ്റ്റ്വെയർ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് കെമിക്കലുകളുടെ ഒരു കോക്ടെയിലാണ്. ഒരു ബാർട്ടൻഡർ കെമിക്കൽ കോക്ടെയിൽ ഉണ്ടാക്കും. അനവധി മദ്യങ്ങൾ ചേർത്തുകൊണ്ടുള്ള മനോഹരമായ ഒരു കോക്ടെയിൽ. നമ്മുടെ ശരീരവും ഇത്തരത്തിൽ കോക്ടെയിലുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കോക്ടെയിലുകളുടെ അളവിനും അതിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കലുകളുടെ സാന്നിധ്യത്തിനും പ്രണയത്തിൽ വലിയ പങ്കുണ്ട്. നമ്മൾ ആ സോഫ്റ്റ്വെയറും പരിശോധിക്കും. അതിനുശേഷം ഏറ്റവും ഒടുവിൽ ഞാൻ നിങ്ങൾക്കൊരു യൂസർ മാനുവൽ തരാം. ആ യൂസർ മാനുവലിലൂടെ നിങ്ങൾക്ക് പ്രണയം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ പ്രാക്ടിക്കലാക്കാം. ഞാനത് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞതല്ല. എന്നേക്കാൾ മികച്ച രീതിയിൽ യൂസർ മാനുവൽ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കുമായിരിക്കും. പ്രണയത്തിൻ്റെ ഉള്ളിലുള്ള ശാസ്ത്രത്തെക്കുറിച്ച് ഒരു ചുക്കും അറിയാതെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് പ്രണയിക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ തരുന്ന യൂസർ മാനുവൽ നിങ്ങൾക്ക് കീറിക്കളയാം. പ്രണയം എവിടെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കവികൾ പറയുന്നത് അത് നമ്മുടെ ഹൃദയത്തിലാണെന്നാണ്. എന്നാൽ ഇതേ ചോദ്യം തന്നെ ന്യൂറോ സയൻറ്റിസ്റ്റുകളോടാണ് ചോദിക്കുന്നതെങ്കിൽ അവർ പറയും അത് അവിടെയല്ല, നമ്മുടെ തലച്ചോറിലാണെന്നാണ്. ഇവിടെ രസകരമായിട്ടുള്ളൊരു ഫാക്റ്റുണ്ട്. നമ്മുടെ തലയിൽ മാത്രമല്ല തലച്ചോറുള്ളത്. ഒരു കുഞ്ഞ് ബ്രെയിൻ നമ്മുടെ ഹൃദയത്തിലുമുണ്ട്. ഏകദേശം 40,000-ഓളം ന്യൂറോൺസ് അടങ്ങുന്ന ഒരു ബ്രെയിനാണ്. ആ ബ്രെയിനിൻ്റെ പേര് ICNS അല്ലെങ്കിൽ ഇൻട്രിൻസിക് കാർഡിയാക് നെർവസ് സിസ്റ്റം എന്നാണ്. 40,000 ന്യൂറോൺസ് എന്ന് പറയുന്നത് അത്ര കുറഞ്ഞ അളവിലുള്ള ന്യൂറോൺസ് ഒന്നുമല്ല. പക്ഷേ ഈ ന്യൂറോൺസിനും നമ്മുടെ പ്രണയത്തിനും ഒരു ബന്ധവുമില്ല. ഈ ന്യൂറോൺസ് പൂർണ്ണമായിട്ടും നമ്മുടെ ഹൃദയത്തെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ പ്രണയിച്ചിട്ടുള്ള ആളുകൾക്കറിയാം, പ്രണയം തോന്നുമ്പോൾ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയെ നമ്മൾ നോക്കുമ്പോൾ
അല്ലെങ്കിൽ അവൾ നമ്മളെ നോക്കുമ്പോൾ, അതുമല്ലെങ്കിൽ അവൻ അവളെ നോക്കുമ്പോൾ നമ്മുടെ ഹൃദയമിടിപ്പ് പെട്ടെന്ന് കൂടും. ഹൃദയത്തിന് പ്രണയത്തിൽ ഒരു ബന്ധവുമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഹൃദയമിടിപ്പ് ഇങ്ങനെ കൂടുന്നത്? അതിൻ്റെ പിന്നിലും പ്രവർത്തിക്കുന്നത് നമ്മുടെ തലച്ചോറാണ്. തലച്ചോറ് നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ നെഞ്ചിലേക്ക് വാഗസ് നെർവ് വഴി ഒരു അപായ സൂചന കൊടുക്കും. ആ അപായ സൂചന കാരണമാണ് ഹൃദയം പടപടാ ഇടിക്കുന്നത്. ഹൃദയമിടിപ്പെന്ന് പറയുന്നത് അത് ഒരു ലക്ഷണം മാത്രമാണ്. അതിൻ്റെ കാരണക്കാരൻ ഹൃദയമല്ല. ഹൃദയമാണ് ഇടിക്കുന്നത്, പക്ഷേ ഹൃദയത്തെ അങ്ങനെ ഇടിപ്പിക്കുന്നത് നമ്മുടെ തലച്ചോറാണ്. ഒരു ബാർടെൻഡർ ഉണ്ടാക്കുന്ന കോക്ടെയിലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. വ്യത്യസ്തമായിട്ടുള്ള മദ്യം അല്ലെങ്കിൽ കെമിക്കലുകൾ ചേർത്തുണ്ടാക്കിയിട്ടുള്ള ഒരു മിശ്രിതം. ആ മിശ്രിതം കഴിച്ചു കഴിഞ്ഞാൽ നല്ല കിക്കായിരിക്കും. അതുപോലെ തന്നെ ഒരു ബാർടെൻഡർ നമ്മുടെ ശരീരത്തിലുമുണ്ട്. അത് നമ്മുടെ തലച്ചോറാണ്. തലച്ചോറ് കെമിക്കലുകൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും, ലഹരി ഉണ്ടാക്കുന്ന കെമിക്കലുകൾ. എപ്പോഴാണ് ഈ കെമിക്കലുകൾ ഉണ്ടാകുന്നത്? നമ്മൾ ഒരു വ്യക്തിയുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യുമ്പോൾ, ഒരൊറ്റ വ്യക്തിയായിട്ടല്ല അനവധി വ്യക്തികളായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യുമ്പോഴും ഈ കെമിക്കൽ കോക്ടെയിലുകൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. പക്ഷേ എല്ലായ്പ്പോഴും അത് നമുക്ക് രസം പകരില്ല. ചില ഘട്ടങ്ങൾ മാത്രം അത് നമുക്ക് രസം പകർന്നു തരും. ആദ്യം നമുക്ക് എന്തൊക്കെയാണ് ഈ കെമിക്കലുകൾ എന്നൊന്ന് പരിശോധിക്കാം. ഈ കെമിക്കലുകൾ എങ്ങനെയാണ് നമ്മുടെ പ്രണയത്തെ സ്വാധീനിക്കുന്നത്? ആ കെമിക്കലുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ആദ്യത്തെ കെമിക്കൽ ഡോപ്പമീൻ. ഡോപ്പമീൻ എന്ന് കേൾക്കുമ്പോൾ പലരും വിചാരിക്കുന്നത് നമുക്ക് ഒരു വസ്തുവിനോട് കൊതി തോന്നുന്നത് കാരണം ഉണ്ടാകുന്ന ഡോപ്പമീനാണെന്നാണ്, ഒരു കെമിക്കലാണെന്നാണ്. എന്നാൽ ഡോപ്പമീൻ അങ്ങനെയല്ല ഉണ്ടാകുന്നത്. ഡോപ്പമീൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ്, അത് ചെയ്യേ, ഇത് ചെയ്യേ, സിഗരറ്റ് വലിക്ക്, ചോക്ലേറ്റ് കഴിക്ക്, മദ്യം കുടിക്ക്, അല്ലെങ്കിൽ അവളെ പ്രണയിക്ക്. ഇങ്ങനെയുള്ള ഓരോ ക്രേവിങ്സ് ഉണ്ടാക്കുന്നതിലാണ് ഡോപ്പമീന് താല്പര്യം. ഒരു വ്യക്തിയോട് നമുക്ക് പ്രണയം തോന്നുമ്പോൾ, പ്രണയം നമ്മൾ ആ വ്യക്തിയോട് അവതരിപ്പിക്കുമ്പോൾ, ആ വ്യക്തി നമ്മുടെ പ്രണയം സ്വീകരിക്കുമ്പോൾ, ആദ്യ പ്രണയ ദിനങ്ങളിലൊക്കെ ഡോപ്പമിൻ്റെ അളവ് വളരെ വളരെ കൂടുതലായിരിക്കും. അത് ശരിക്കും നമുക്കൊരു അഡിക്ഷൻ, ഒരു ആസക്തിയാണ് ഉണ്ടാക്കുന്നത്. സിഗരറ്റ് വലിക്കുന്നത് പോലെ, മദ്യപിക്കുന്നത് പോലെ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നത് പോലെ വീണ്ടും വീണ്ടും നമുക്ക് അവളെ അല്ലെങ്കിൽ അവനെ കാണാൻ തോന്നും, കണ്ടുകൊണ്ടേയിരിക്കാൻ തോന്നും. കണ്ടില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും സഹിക്കാൻ സാധിക്കില്ല. എന്തൊക്കെയോ ഭാരം നമ്മുടെ നെഞ്ചത്ത് കയറ്റിവെച്ച ഒരു അവസ്ഥയായിരിക്കും. കാണാൻ വേണ്ടി നമ്മൾ എന്തും ചെയ്യും. ശബ്ദം കേൾക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെയും ശ്രമിക്കും. ഒരു എഴുതിയ വാചകം അല്ലെങ്കിൽ ഒരു മെസ്സേജ് കാണാൻ വേണ്ടി നമ്മൾ കൊതിക്കും. അത് ആദ്യ സ്റ്റേജുകൾ മാത്രമേ ഉള്ളൂ. നിരന്തരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ, സംസാരിക്കാൻ സാധിക്കുകയാണെങ്കിൽ, അവൾ നമ്മുടെ പ്രണയം സ്വീകരിച്ച് കഴിയുകയാണെങ്കിൽ പിന്നീട് ആ ഡോപ്പമിൻ്റെ അളവ് അത്രയും ഉയരത്തിൽ ഉണ്ടാകില്ല. എന്നാൽ അതോടുകൂടി പ്രണയമില്ലാതെയാകുന്നില്ല. കാരണം ഡോപ്പമീൻ മാത്രമല്ല ഇവിടെ പ്രവർത്തിക്കുന്നത്. രണ്ടാമത്തെ കെമിക്കൽ നോറിപ്പെയിൻഫ്രൈൻ. പേര് പോലെ തന്നെ ഇവൻ്റെ സ്വഭാവം കുറച്ച് വിചിത്രമാണ്. ഇവൻ ശരിക്കും നമ്മളെ അങ്ങ് വരച്ച് കളയും. നോറിപ്പെയിൻഫ്രൈൻ്റെ പ്രവർത്തനം കാരണമാണ്, അല്ലെങ്കിൽ ആ കെമിക്കൽ ഉണ്ടാകുന്നത് കാരണമാണ് നമുക്ക് പ്രണയത്തിൻ്റെ ആദ്യ ദിവസങ്ങൾ ഉറങ്ങാൻ സാധിക്കാത്തത്. നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ പ്രണയം എങ്ങനെയായിരുന്നു? അതിൻ്റെ ആദ്യ ദിവസം എങ്ങനെയായിരുന്നു? നിങ്ങളുടെ ഓപ്പോസിറ്റ് പാർട്ട്ണർ നിങ്ങളുടെ പ്രണയം സ്വീകരിച്ച ദിവസം നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടോ? എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ആ ദിവസം ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഹൃദയം പടപടാന്നിരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ കൈവെള്ളം നന്നായിട്ട് വിയർക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ കാരണക്കാരൻ നോറിപ്പെയിൻഫ്രൈനാണ്. ഇത് ശരിക്കും അഡ്രിനാലിനാണ്. അഡ്രിനാലിൻ റഷ് ഉണ്ടാകും, ഹൃദയമിടിപ്പ് വർദ്ധിക്കും. എന്തിനാണ് ഈ ഹൃദയമിടിപ്പൊക്കെ വർദ്ധിക്കുന്നത്? നമ്മുടെ ശരീരം നമ്മളോട് പറയുകയാണ്, കൂടുതൽ അറ്റൻഷൻ കൊടുക്കുക, കൂടുതൽ ശ്രദ്ധിക്കുക, ഇത് നശിപ്പിച്ച് കളയരുത്, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. മൂന്നാമത്തെ കെമിക്കൽ സെറോട്ടോണിൻ. സെറോട്ടോണിൻ നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യമായിട്ടുള്ളൊരു കെമിക്കലാണ്. നമുക്ക് ആവശ്യത്തിനുള്ള സെറോട്ടോണിൻ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വളരെ സുഖപ്രദമായിരിക്കും. ആവശ്യത്തിനുള്ള പണമോ അല്ലെങ്കിൽ പ്രണയിക്കാൻ ഒരു പെണ്ണോ ഒന്നും നമുക്ക് ആവശ്യം കാണില്ല. എപ്പോഴും ശാന്തമായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും. പക്ഷേ എപ്പോഴും സെറോട്ടോണിൻ്റെ അളവ് നോർമൽ ആയിരിക്കില്ല. പ്രത്യേകിച്ചും പ്രണയത്തിൻ്റെ ആദ്യ നാളുകളിൽ. ആ നാളുകളിൽ സെറോട്ടോണിൻ്റെ അളവങ്ങ് കുറയും. ആ അളവൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളല്ല. ഒബ്സസീവ് കമ്പൽഷൻ ഡിസോർഡർ അല്ലെങ്കിൽ OCD ഡിസോർഡറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു ത്വര നമുക്കുണ്ടാകും. കൈ കഴുകിക്കഴിഞ്ഞാൽ വീണ്ടും കഴുകാൻ തോന്നും. ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ളൊരു അവസ്ഥയായിരിക്കും. നമ്മുടെ ആ ഓപ്പോസിറ്റ് പാർട്ട്ണറിനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. ഒരു ദിവസം കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു നേരം കണ്ടില്ലെങ്കിൽ തന്നെ സഹിക്കാൻ സാധിക്കാത്ത വിഷമമായിരിക്കും. ഈ കാലഘട്ടത്തിൽ കണ്ടില്ലെങ്കിലും നമുക്ക് സഹിക്കാം.
കാരണം നമ്മുടെ കയ്യിൽ ഫോണുണ്ട്, നമുക്ക് മെസ്സേജ് അയക്കാം, വീഡിയോ കോൾ ചെയ്യാം. മെസ്സേജ് വന്നില്ലെങ്കിലോ, നമ്മളൊരു മെസ്സേജ് അയച്ചു, അതിന് റിപ്ലൈ കിട്ടാൻ 1 മണിക്കൂർ എടുത്താലോ 2 മണിക്കൂർ എടുത്താലോ? പ്രണയത്തിൻ്റെ ആദ്യ നാളുകളിൽ ഈ 2 മണിക്കൂർ എന്നൊക്കെ പറയുന്നത് 2 യുഗങ്ങൾ പോലെയൊക്കെ ആയിരിക്കും നമുക്ക് തോന്നുക. അതിൻ്റെ കാരണം സെറോട്ടോണിൻ്റെ അളവാണ്. സെറോട്ടോണിൻ വളരെ വളരെ കുറഞ്ഞ അളവിലാണ്. അത് നമ്മളെ ശാന്തമായിട്ടിരിക്കാൻ അനുവദിക്കില്ല. എപ്പോഴും കാണാൻ തോന്നും, എപ്പോഴും സംസാരിക്കാൻ തോന്നും, മെസ്സേജ് ചെയ്യാൻ തോന്നും. മെസ്സേജിൻ്റെ റിപ്ലൈക്ക് വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കും. ഇത് അഫെക്ഷനാണോ? അല്ലെങ്കിൽ ഇത് സ്നേഹമാണോ? ശരിക്കും പറഞ്ഞാൽ ഇത് സ്നേഹമല്ല. സെറോട്ടോണിൻ്റെ അളവ് കുറയുന്നത് ഒരു ഇൻസാനിറ്റി അല്ലെങ്കിൽ ഒരു മതിഭ്രമമാണ്. ലൂബ് എന്ന് പറയുന്ന അർത്ഥം എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായല്ലോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ലൂബ് ലവ് ആയതെന്ന് മനസ്സിലായല്ലോ. ശാസ്ത്രീയമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പ്രണയത്തിൻ്റെ ഈ ആദ്യ സ്റ്റേജുകളിലൊക്കെ അല്പം മതിഭ്രമം കൂടിയുണ്ട്. പ്രണയത്തിൻ്റെ ആദ്യ ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് 2 കെമിക്കലുകളുടെ വരവ്. ഒന്ന് ഓക്സിറ്റോസിൻ, മറ്റൊന്ന് വാസോപ്രസിൻ. പ്രണയം തുടക്കത്തിൽ തന്നെ ഇല്ലാതെ ആയില്ലെങ്കിൽ, 2 പേരും ഒന്നിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ കെമിക്കൽ കൂടി വരും. ഈ കെമിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ വളരെ വേഗത്തിലായിരിക്കും മുന്നോട്ട് പോവുക. പ്രണയം അതിൻ്റെ ആഴങ്ങളിലേക്ക് അരിച്ചിറങ്ങും. നമുക്ക് ആ വ്യക്തി ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടാകും. ഓക്സിറ്റോസിനും വാസോപ്രസിനും എങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? അതെങ്ങനെയാണ് നമ്മുടെ പ്രണയത്തെ സ്വാധീനിക്കുന്നത്? പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, തൊടുന്നതൊന്നും പ്രണയമല്ലെന്ന്. പ്രണയം തോന്നിക്കഴിഞ്ഞാൽ ആ വ്യക്തിയെ തൊടേണ്ട ആവശ്യമില്ല. എന്നാൽ ശരിക്കും ആ വ്യക്തിയെ തൊടുമ്പോഴാണ് ഓക്സിറ്റോസിൻ എന്ന കെമിക്കൽ കൂടുതലായിട്ടുണ്ടാകുന്നത്. ആ വ്യക്തിയെ ഒന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ, ഒരു 10 സെക്കൻഡോ 20 സെക്കൻഡോ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ ആ 2 വ്യക്തികളുടെയും ശരീരത്തിൽ ഓക്സിറ്റോസിൻ കൂടുതലായിട്ടുണ്ടാകും. കെട്ടിപ്പിടിക്കുന്നതിന് മുൻപുണ്ടായിരുന്ന അവരുടെ പ്രണയമായിരിക്കില്ല പിന്നീട് അങ്ങോട്ടുള്ള പ്രണയം. 2 പേരും കൈ ചേർത്ത് പിടിച്ച് കുറേയധികം നേരം നടന്നുവെന്ന് കരുതുക. അപ്പോഴും ഓക്സിറ്റോസിൻ്റെ അളവ് ഗണ്യമായി വർദ്ധിക്കും. തൊടാത്ത പ്രണയം അത് പ്രണയം തന്നെയാണ്. പക്ഷേ തൊട്ടതിന് ശേഷം പ്രണയം അത് ആഴത്തിലേക്ക് ആണ്ടുപോകും. അത് ശാസ്ത്രം പറയുന്നതാണ്, കവിതയുടെ രൂപത്തിൽ പറയുന്നതല്ല. ഓക്സിറ്റോസിൻ ഉണ്ടാകണമെങ്കിൽ അവിടെ സ്പർശനം ഉണ്ടാകണം. പക്ഷേ സ്പർശനം എന്ന് പറയുന്നത് അങ്ങനെ തന്നെ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. പരസ്പരം കണ്ണോട് കണ്ണ് നോക്കിയിരുന്നാൽ പോലും അവിടെ ഓക്സിറ്റോസിൻ ഉണ്ടാകുന്നുണ്ട്. ഓക്സിറ്റോസിനും വിശ്വാസത്തിനും തമ്മിൽ വലിയ ബന്ധമുണ്ട്, അല്ലെങ്കിൽ ട്രസ്റ്റുമായിട്ട് വലിയ ബന്ധമുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഓക്സിറ്റോസിൻ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഓപ്പോസിറ്റ് പാർട്ട്ണറിനെ കണ്ണടച്ച് വിശ്വസിക്കും. അയാൾ എന്തു പറഞ്ഞാലും അത് കള്ളമാണെന്ന് നമ്മൾ ചിന്തിക്കില്ല, അത് സത്യമായിട്ട് തന്നെ നമ്മൾ എടുക്കും. ചുരുക്കത്തിൽ ഓക്സിറ്റോസിൻ അല്പം പ്രശ്നക്കാരനാണ്. ഓക്സിറ്റോസിൻ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് ബ്രേക്കപ്പ് ആകുന്നത് നമുക്ക് സഹിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല. ബ്രേക്കപ്പ് ആകില്ലെന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രം, അവരെ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ അവരെ സ്പർശിക്കുക, അവരെ ഒന്ന് ഹഗ് ചെയ്യുക, അല്ലെങ്കിൽ കൈ ചേർത്ത് പിടിച്ച് നടക്കുക, കണ്ണോട് കണ്ണ് നോക്കിയിരിക്കുക. കാരണം നിങ്ങൾ ചിലവഴിക്കുന്ന ഓരോ നിമിഷവും അഗാധമായിട്ടുള്ളൊരു പ്രണയമായിരിക്കും 2 പേരിലും ഉണ്ടാക്കുക. പിന്നീട് വേർപിരിയുക എന്നുള്ള ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വരില്ല. ചിലർക്ക് ആ വേർപിരിയൽ സഹിക്കാൻ സാധിക്കില്ല, അവർ ചിലപ്പോൾ ആത്മഹത്യ ചെയ്തെന്ന് വരാം. എനിക്ക് അത്തരത്തിലുള്ള സുഹൃത്തുക്കളുണ്ട്. പ്രണയം അതിൻ്റെ ആഴങ്ങളിലെത്തിയതിന് ശേഷം പിന്നീട് വേർപിരിയേണ്ടി വന്നപ്പോൾ അവർക്ക് അവരുടെ ജീവിതം തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. വാസോപ്രസിൻ ഒരു മോണോഗമി മോളിക്യൂളാണ്. കമ്മിറ്റ്മെൻറ്റ് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു വ്യക്തിയോട് പ്രണയം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയോട് മാത്രമേ ചില ആളുകൾക്ക് പ്രണയം തോന്നുകയുള്ളൂ. ചില ആളുകളിൽ നിന്ന് ഞാനിവിടെ എടുത്തു പറയണം. അതിൻ്റെ കാരണം വീഡിയോയുടെ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു വ്യക്തിയോട് മാത്രം പ്രണയം തോന്നുന്ന കുറച്ച് ആളുകളുണ്ട്. അവർക്ക് ഒരിക്കലും ചീറ്റ് ചെയ്യാൻ സാധിക്കില്ല. മറ്റൊരു സ്ത്രീയെ പ്രണയത്തോടെ അല്ലെങ്കിൽ മറ്റൊരു പുരുഷനെ പ്രണയത്തോടെ നോക്കാൻ പോലും സാധിക്കില്ല. അതിൻ്റെ കാരണക്കാരൻ വാസോപ്രസിനാണ്. വീഡിയോയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ ബ്രീഫായിട്ട് ഇതുവരെയുള്ള ആ കെമിക്കൽസിൻ്റെ പ്രവർത്തനം ഞാനൊന്ന് പറയാം. നിങ്ങൾ ആദ്യമായിട്ട് ആ പെൺകുട്ടിയെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരോട് പ്രണയം പറയുമ്പോൾ നിങ്ങളുടെ ഡോപ്പമിൻ വളരെയധികം ഉയരത്തിലായിരിക്കും. അത് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തത്ര ഒരു സുഖമായിരിക്കും സമ്മാനിക്കുന്നത്. പിന്നീട് നോറിപ്പെയിൻഫ്രൈൻ എന്ന കെമിക്കൽ അത് നിങ്ങളെ ഉറക്കില്ല. കണ്ണടയ്ക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ മുഖമായിരിക്കും കാണാൻ സാധിക്കുന്നത്.
അവളെ അല്ലെങ്കിൽ അവനെ ഒന്ന് കാണാൻ നിങ്ങൾ കൊതിക്കും. പിന്നീട് ഒരു സ്പർശനമായിരിക്കും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. നിങ്ങൾ അവളുടെ കയ്യിലൊന്ന് തൊട്ടിട്ടുണ്ടായിരിക്കും, പരസ്പരം കണ്ണോട് കണ്ണ് നോക്കിയിരുന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓക്സിറ്റോസിൻ നിങ്ങളെ സ്വാധീനിക്കും. ഓക്സിറ്റോസിനിലൂടെ ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന പ്രണയത്തിലേക്ക് ആ പ്രണയം വഴിമാറും. നമ്മുടെ ബ്രെയിൻ ശരിക്കും ഗിയർ ഒന്ന് ചേഞ്ച് ചെയ്ത് 4th ഗിയറിലായി അതിവേഗതയിൽ മുന്നോട്ട് പോകാൻ തുടങ്ങും. പ്രണയം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഒരേ സമയം എത്ര പേരോട് പ്രണയം തോന്നും? മോണോഗമി എന്ന് പറഞ്ഞാൽ ഒരാളോട് മാത്രം തോന്നുന്ന പ്രണയമാണ്. പോളിഗമി ഇല്ലേ? ഒരേ സമയം തന്നെ ഒന്നിലധികം ആളുകളോട് പ്രണയം തോന്നുന്നവരില്ലേ? ആനിമൽസിൻ്റെ കേസിൽ, പ്രത്യേകിച്ചും മാമൽസ് അല്ലെങ്കിൽ സസ്തനികളുടെ കേസിൽ മോണോഗമി വളരെ വളരെ റെയറാണ്. ഒരു 3 മുതൽ 5% മൃഗങ്ങളിൽ മാത്രമേ മോണോഗമി ഉള്ളൂ. ബാക്കിയെല്ലാം പോളിഗമിയാണ്. ഒരേ സമയം തന്നെ ഒന്നിലധികം ആളുകളോട് പ്രണയം തോന്നും. മനുഷ്യരുടെ കേസ് എങ്ങനെയാണ്? ഈ പറയപ്പെടുന്ന 5% വരുമോ അതോ 95% വരുമോ? അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു കേസ് സ്റ്റഡി പറയണം. മനുഷ്യരുണ്ടാകുന്നതിന് മുൻപ് തന്നെ ഭൂമിയിൽ ജീവിച്ചിരുന്ന, മനുഷ്യരുണ്ടാകുന്നതിന് മുൻപ് തന്നെ പ്രണയിച്ചിരുന്ന ഒരു ജീവിയുടെ കേസ് സ്റ്റഡി. പ്രയറി വോൾ എന്നാണ് ആ ജീവിയുടെ പേര്. അത് ഒരു റോഡൻറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു സസ്തനിയാണ്. റോഡൻറ്റ് വിഭാഗം എന്ന് പറഞ്ഞാൽ കരണ്ട് തിന്നുന്ന എലിയെ പോലെയുള്ള ഒരു സസ്തനി. ധാരാളമായിട്ട് നമുക്ക് നോർത്ത് അമേരിക്കയിൽ ഇവയെ കാണാൻ സാധിക്കും. ഇവയെ ഫേമസ് ആക്കുന്നത് പ്രണയമാണ്. മറ്റൊരു ജീവികളിലും കാണാൻ സാധിക്കാത്തത്ര തീവ്രമായിട്ടുള്ള പ്രണയമാണ് പ്രയറി വോൾവുകൾ കാണിക്കുന്നത്. പ്രണയം തോന്നിക്കഴിഞ്ഞാൽ, കമ്മിറ്റഡ് ആയിക്കഴിഞ്ഞാൽ ഇവർ ഒന്നിച്ച് കൂടുണ്ടാക്കും, ഒന്നിച്ച് ഭക്ഷണം കണ്ടെത്തും, ഒന്നിച്ച് ആ കൂട്ടിൽ താമസിക്കും. കുട്ടികളുണ്ടാകും, ആ കുട്ടികളെ ഒന്നിച്ച് പരിപാലിക്കും. കൂട്ടത്തിലുള്ള ഒരു പാർട്ട്ണർ എന്നേക്കുമായി ഇല്ലാതെയായി കഴിഞ്ഞാൽ മറ്റൊരു പാർട്ട്ണറെ തേടി അവർ പോയില്ല. അതിപ്പോൾ മെയിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും അവരുടെ ഓർമ്മയിൽ ജീവിതകാലം മുഴുവനും അവർ കഴിച്ചു കൂട്ടും. ഇനി നമുക്ക് ഇവരുടെ കസിൻസായ മൊണ്ടൈൻ വോൾസിനെ ഒന്ന് പരിചയപ്പെടാം. മൊണ്ടൈൻ വോൾസിനെ കണ്ടു കഴിഞ്ഞാൽ പ്രയറി വോൾസിനെ പോലെ തന്നെ ഇരിക്കും. ശരീരഘടനയും അവർ താമസിക്കുന്ന സ്ഥലവും എൻവയോൺമെൻറ്റും എല്ലാം ഒരുപോലെയാണ്. പക്ഷേ ലൈംഗികതയുടെ കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റാണ്. മൊണ്ടൈൻ വോൾസ് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ളൊരു സെക്സിനെ കണ്ടു കഴിഞ്ഞ് അതുമായിട്ട് പ്രണയത്തിലായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം തന്നെ അതിനെ ഉപേക്ഷിക്കും. എന്നിട്ട് അടുത്തതിൻ്റെ പിന്നാലെ പോകും. ഇത് നിരന്തരമായിട്ട് ആ പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ 2 ജീവിയും തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട്. പിന്നെ എന്താണ് ഡിഫറൻസ്? എന്താണ് പ്രയറി വോൾവിനെ ഒരു മോണോഗമിയാക്കി മാറ്റിയത്? അതുപോലെ മൊണ്ടൈൻ വോൾവിനെ ഒരു പോളിഗമിയാക്കി മാറ്റിയത്? ഗവേഷകർ 2 ജീവിയിലും പഠനം നടത്തി. അതിലൂടെ ശരിക്കും ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. 2 ജീവിയിലും ഒരുപോലെ തന്നെ ഓക്സിറ്റോസിൻ ഉണ്ടാകുന്നുണ്ട്. ഓക്സിറ്റോസിൻ ആണല്ലോ നമ്മളുടെ ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റിൻ്റെ കാരണക്കാരൻ. പക്ഷേ 2ലും ഒരേ അളവിൽ ഓക്സിറ്റോസിൻ ഉണ്ട്. പിന്നെ എന്താണൊരു വ്യത്യാസം? വ്യത്യാസവും ഗവേഷകർ കണ്ടെത്തി. അത് റിസപ്റ്ററിൻ്റെ വ്യത്യാസമാണ്. മൊണ്ടാന വോൾസിൽ റിസപ്റ്റർ ഇല്ല, പക്ഷേ പ്രയറി വോൾസിൽ റിസപ്റ്റർ ഉണ്ട്. അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ഒരു ലോക്കും ഒരു കീയും സങ്കല്പിക്കുക. കീ അല്ലെങ്കിൽ താക്കോൽ. താക്കോൽ എന്ന് പറയുന്നതാണ് നമ്മുടെ ഓക്സിറ്റോസിൻ. റിസപ്റ്റർ എന്ന് പറയുന്നത് ലോക്കാണ്. അപ്പോൾ ഒരുപാട് താക്കോലുകൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരുപാട് ഓക്സിറ്റോസിനുകൾ ഉണ്ടാകുന്നു. ശരിക്കുമുള്ള ഒരു ആനന്ദം, പരമാനന്ദം കിട്ടുന്നത് ഈ ലോക്കുകളെല്ലാം, ഈ കീകളെല്ലാം അല്ലെങ്കിൽ ഈ താക്കോലുകളെല്ലാം ആ ലോക്കിൽ വന്ന് പെടുമ്പോഴാണ്. ആ ലോക്കിൽ വന്ന് പെട്ടുകഴിഞ്ഞാൽ പിന്നീട് പരമമായ ആനന്ദമായിരിക്കും. അത് പെട്ടെന്ന് തീരുന്നൊരു ആനന്ദമല്ല, ദീർഘനാളത്തേക്ക് ആ ആനന്ദം ഉണ്ടായിരിക്കും. പ്രയറി വോൾസിൽ ഈ റിസപ്റ്റേഴ്സ് ഉണ്ട്, പക്ഷേ മൊണ്ടാന വോൾസിൽ ആ റിസപ്റ്റേഴ്സ് ഇല്ല. അതായത് അവിടെ അത്രമാത്രം ലോക്കുകളില്ല. അതുകൊണ്ട് തന്നെയാണ് മൊണ്ടാന വോൾസിന് ആദ്യം പ്രണയം തോന്നും, എന്നാൽ ഒരു ലൈംഗിക ബന്ധം കഴിഞ്ഞതിന് ശേഷം ആ പ്രണയം അങ്ങ് ഇല്ലാതെയാകും. കാരണം ആ പ്രണയം എന്നേക്കുമായിട്ട് നിലനിൽക്കാനുള്ള ലോക്കുകൾ അവിടെ ഇല്ല, അല്ലെങ്കിൽ റിസപ്റ്റേഴ്സ് അവിടെ ഇല്ല. ആ റിസപ്റ്ററിൽ ഈ കീകൾ അല്ലെങ്കിൽ താക്കോലുകൾ വന്ന് കൂടിച്ചേർന്നാൽ മാത്രമാണ് ലോങ് ടേം റിലേഷൻഷിപ്പുകൾ നടക്കുന്നത്. മനുഷ്യൻ്റെ ബ്ലൂ പ്രിൻ്റ് ഈ പ്രയറി വോൾസിൻ്റെ ബ്ലൂ പ്രിൻ്റ് പോലെ തന്നെയാണ്. നമുക്കുമുണ്ട് റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ലോക്കുകൾ. ഓക്സിറ്റോസിൻ എന്ന താക്കോലുകൾ ഈ ലോക്കുകളെ തേടി വരും. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യർക്ക് ഒരൊറ്റ സ്ത്രീയുമായിട്ട് അല്ലെങ്കിൽ ഒരൊറ്റ പുരുഷനുമായിട്ട് ബന്ധത്തിലേർപ്പെടാൻ സാധിക്കുന്നത് എന്നേക്കുമായിട്ട്. അവർക്കുണ്ടാകുന്ന കുട്ടികൾ അത് 2 പേരുടെയും കുട്ടികളായിട്ട് 2 പേരും സ്വീകരിക്കും. 2 പേരും ഒരുപോലെ തന്നെ ആ കുട്ടികളെ പരിലാളിക്കും. 2 പേരും ഒരുമിച്ച് തന്നെ ആ കുട്ടികളെ വളർത്തിയെടുക്കും. ഒപ്പമുള്ള പാർട്ട്ണർ ഇല്ലാതെയായിക്കഴിഞ്ഞാൽ
പിന്നീട് ആ പാർട്ട്ണറിൻ്റെ ഓർമ്മയിലായിരിക്കും ജീവനോടിരിക്കുന്ന പാർട്ട്ണർ ജീവിതകാലം കഴിച്ചു കൂട്ടുന്നത്. അവർക്ക് മറ്റൊരു പാർട്ട്ണറിനെ തേടിപ്പോകാൻ സാധിച്ചെന്ന് വരില്ല. പിന്നീടുള്ള കാലഘട്ടങ്ങളിലൊക്കെ അവർ നീറി ജീവിക്കും. അത് ശരിക്കും ഒരു ഡ്രഗ് അഡിക്ഷൻ പോലെയാണ്. വിഡ്രോവൽ സിൻഡ്രോം ഉണ്ടാകും. നമുക്ക് കൃത്യമായിട്ട് ആ മദ്യം ഇടയ്ക്കിടയ്ക്ക് കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ഡ്രഗ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് സഹിക്കാൻ സാധിക്കാത്തത്ര വേദനയായിരിക്കും, പരവേശമായിരിക്കും. പ്രണയവും അങ്ങനെ തന്നെയാണ്. ഓപ്പോസിറ്റായിട്ടുള്ള പാർട്ട്ണർ ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ അത് നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. വിഡ്രോവൽ സിൻഡ്രോം ആ സമയത്തുണ്ടാകും. നമ്മുടെ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ലോക്കുകൾ ആ കീ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. പക്ഷേ ആ കീ സമ്മാനിക്കാൻ സാധിക്കുന്ന ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ. ആ വ്യക്തി ഇപ്പോൾ ഭൂമിയിലില്ല. അതുകൊണ്ട് തന്നെ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തത്ര ഒരു വേദനയായിരിക്കും സമ്മാനിക്കുക. പക്ഷേ വിഡ്രോവൽ സിൻഡ്രോം എപ്പോഴും ഉണ്ടായിരിക്കില്ല. അത് പതിയെ ഇല്ലാതെയാകും. പതിയെ നമ്മൾ നമ്മുടെ നോർമൽ ലൈഫിലേക്ക് പോകും. പക്ഷേ അപ്പോഴും നമുക്ക് മറ്റൊരു പാർട്ട്ണറിനെ കണ്ടെത്താൻ സാധിച്ചു എന്ന് വരില്ല. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ പലരും ഊറിച്ചിരിക്കുന്നുണ്ടായിരിക്കും. അവർക്ക് ചിലപ്പോൾ ഒന്നിലധികം സ്ത്രീകളുമായിട്ട് അല്ലെങ്കിൽ ഒന്നിലധികം പുരുഷന്മാരുമായിട്ട് ബന്ധമുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബന്ധമുണ്ടാക്കണമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പടിവാതിൽക്കൽ നിൽക്കുകയായിരിക്കും. മനുഷ്യരുടെ ബ്ലൂ പ്രിൻറ്റും വേറി വോൾസിൻ്റെ ബ്ലൂ പ്രിൻറ്റും ഒന്നാണെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ചില മനുഷ്യരുണ്ടാകുന്നത്? അവരൊക്കെ മൊണ്ടാന വോൾസിനെ പോലെയല്ലേ? നിങ്ങൾ ചിന്തിച്ചത് ശരിയാണ്. ചീറ്റ് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. ഒരേ സമയം പലരുമായി പ്രണയത്തിലാകുന്ന കുറേയധികം പേരുണ്ട്. ഓപ്പോസിറ്റ് പാർട്ട്ണർ ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് ശേഷമാണെങ്കിലും മറ്റൊരു പാർട്ട്ണറിനെ സ്വന്തമാക്കുന്ന ആളുകളും ഒരുപാടുണ്ട്. അതിൻ്റെ കാരണം ശരിക്കും ഒരു യുദ്ധമാണ്. നമ്മുടെ ശരീരത്തിൽ രണ്ട് പേർ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്തുള്ളത് ഓക്സിറ്റോസിനും വാസോപ്രസിനുമാണ്, എന്നാൽ മറുഭാഗത്തുള്ളത് ഡോപ്പമിനാണ്. ഇതിൽ ഡോപ്പമിനാണ് വിജയിക്കുന്നതെങ്കിൽ നമ്മൾ ചീറ്റ് ചെയ്യും. നമുക്ക് മറ്റുള്ള ഒരു പാർട്ട്ണറിനെ ഉണ്ടാക്കാൻ സാധിക്കും. ഒരേ സമയം ഒരുപാട് പേരെ പ്രണയിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരാളില്ലാതെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മറ്റൊരാളെ നമ്മൾ തേടി കണ്ടുപിടിക്കും. പക്ഷേ ഡോപ്പമിനെ തോൽപ്പിക്കാൻ ഓക്സിറ്റോസിനും വാസോപ്രസിനും സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ പിന്നീട് മറ്റൊരു വ്യക്തിക്ക് സ്ഥാനമില്ല. പഴയ വ്യക്തി മാത്രം, ആ വ്യക്തി ഇല്ലെങ്കിൽ പോലും ആ വ്യക്തി മാത്രമായിരിക്കും ഇയാളുടെ തലച്ചോറിലുണ്ടായിരിക്കുക. ഇത് മനസ്സിലാക്കാൻ നമുക്ക് ആദ്യം കൂളിഡ്ജ് എഫക്റ്റ് എന്താണെന്ന് നോക്കാം. അതിന് ശാസ്ത്രീയമായിട്ട് നടത്തിയിട്ടുള്ളൊരു പരീക്ഷണമുണ്ട്. 2 എലികൾ നടത്തിയിട്ടുള്ള ഒരു പരീക്ഷണം. ഒരു ആണെലിയും ഒരു പെണ്ണെലിയും. ഈ ആണെലിക്ക് നമ്മളൊരു പെണ്ണെലിയെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. പെണ്ണെലിയെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ ആണെലിക്ക് നല്ല സന്തോഷമായി, ഡോപ്പമീൻ അങ്ങ് സ്പൈക്കായി. ഇവർ രണ്ടുപേരും തമ്മിൽ മേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറേയധികം തവണ മേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആണെലിക്ക് ബോറായി. വീണ്ടും മേറ്റ് ചെയ്യാനുള്ള ഒരു തോന്നലുമില്ല. അതിനുശേഷം നമ്മൾ രണ്ടാമതായി പുതിയൊരു പെണ്ണെലിയെ കൂടി രംഗത്ത് കൊണ്ടുവന്നു. പുതിയ എലിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ആണെലിയുടെ പഴയ സ്വഭാവം വീണ്ടും വന്നു. വീണ്ടും ആണെലിക്ക് ആവേശമായി. വീണ്ടും ആണെലി ആവേശത്തോടു കൂടി മേറ്റ് ചെയ്തു. അതും കുറേയധികം കഴിയുമ്പോഴേക്കും അതിൻ്റെ ആവേശം ഇല്ലാതെയായി. ഇത് മാമൽസിലെല്ലാം നടക്കുന്നൊരു സംഭവമാണ്. നോവൽറ്റി അല്ലെങ്കിൽ പുതുമയ്ക്ക് പ്രാധാന്യമുണ്ട്. പുതുമയുള്ള ഒരു കാര്യം കിട്ടുകയാണെങ്കിൽ ഡോപ്പമിൻ വീണ്ടും കൂടും. നിരന്തരമായിട്ടത് കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഡോപ്പമിൻ പണ്ടത്തെ അത്രയും അവസ്ഥയിലേക്ക് പോകില്ല. അതങ്ങനെ സ്പൈക്കിലേക്ക് പോകില്ല. അതിൻ്റെ അളവ് ഒന്ന് കുറയും. നമ്മുടെ തലച്ചോറ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ പുതുമയുള്ള വസ്തുക്കളെ കാണുമ്പോൾ എക്സൈറ്റഡ് ആകാൻ വേണ്ടിയിട്ടാണ്. അത് മനുഷ്യന് ആവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സർവൈവൽ മെക്കാനിസമാണ്. നമ്മൾക്ക് കണ്ട് പരിചയമില്ലാത്ത ഒരു വസ്തുവിനെ നമ്മൾ കാണുമ്പോൾ നമ്മൾ കൂടുതൽ എക്സൈറ്റഡ് ആകും. അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ത്വരയുണ്ടാകും. അതെന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അതുമായിട്ട് കൂടുതൽ ഇൻറ്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നീട് ആ വസ്തുവിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നോട്ടീസ് ചെയ്യില്ല. അത് നമ്മുടെ സർവൈവൽ മെക്കാനിസത്തിൻ്റെ ഭാഗമാണ്. പിന്നീട് ആ വസ്തുവിനെ കാണുമ്പോഴൊക്കെ ഇത് അപകടമില്ലാത്തൊരു വസ്തുവാണ്, അതിനെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല, ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമെന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാകും. ചില സിനിമകളിലൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു വൈഫ് ആ ഓപ്പോസിറ്റ് പാർട്ട്ണറിനെ ചതിച്ച് വേറൊരാളുടെ കൂടെ പോയി കഴിഞ്ഞാൽ എല്ലാവരും പറയും അത് നിൻ്റെ പ്രശ്നം കൊണ്ടാണ്, നീ മോശമായതുകൊണ്ടാണ് ആ വ്യക്തി മറ്റൊരാളെ തേടിപ്പോയതെന്ന്. എന്നാൽ അതങ്ങനല്ല. രണ്ടാമതൊരു വ്യക്തി തേടിപ്പോയത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡോപ്പമിൻ ഇമ്പാക്റ്റ് കാരണമാണ്. അത് ആദ്യമുണ്ടായിരുന്ന പാർട്ട്ണറിൻ്റെ കുറ്റം കാരണമല്ല. പുതിയതായിട്ടൊരു വ്യക്തിയെ കണ്ടപ്പോൾ ആ വ്യക്തിയോടുള്ള ഒരു നൊവേൽറ്റി, അതായത് ആ വ്യക്തി ഒരു പുതുമയുള്ള വ്യക്തി ആയതുകൊണ്ട് തോന്നുന്ന ഒരു ഡോപ്പമിൻ എഫക്റ്റ് മാത്രമാണ്. നമുക്ക് പ്രയറി വോൾസിൻ്റെ റിസപ്റ്റേഴ്സ് ഉണ്ട്, പക്ഷേ എല്ലാ മനുഷ്യരിലും ഒരുപോലെയല്ല.
വേരിയൻസ് ഉണ്ട്, മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ട്. മ്യൂട്ടേഷൻ സംഭവിച്ചതുകൊണ്ട് തന്നെ പലർക്കും പല റിസപ്റ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് പലരും പല രീതിയിലാണ് പെരുമാറുന്നത്. ശരിക്കും ചിലരൊക്കെ ഒരു പക്ക പ്രയറി വോൾവിനെ പോലെ തന്നെ പെരുമാറും. എന്നാൽ ചിലരൊക്കെ അതിൻ്റെ കസിനായ മൊണ്ടാനെ വോൾവിനെ പോലെയും പെരുമാറും. നിങ്ങൾ ഇതിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തിയാണ്? എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ കമൻറ്റ്സ് കാരണമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾക്ക് ബ്രൈറ്റ് കെയർ ലൈറ്റ് ഉത്തരവാദി അല്ലെന്ന് കൂടി മനസ്സിലാക്കുക. നമ്മുടെ ശരീരത്തിൽ ഒരു ജീനുണ്ട്, AVPR1A ജീൻ. ഈ ജീനാണ് വാസോപ്രസിൻ റിസപ്റ്റേഴ്സിൻ്റെ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്നത്. അതായത് ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവാനുള്ള ഒരു കാരണക്കാരൻ ഈ AVPR1A ജീനാണ്. സ്വീഡനിലെ കരോലിൻസ്ക ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകർ ഒരു കാര്യം കണ്ടെത്തി. ഇതിൻ്റെ അലീൽ 334 അത് പല കോപ്പികളായിട്ടുണ്ട്. ഒന്നോ ഒന്നിലധികമോ കോപ്പികൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ വാസോപ്രസിൻ ലോക്കുകളുടെ അല്ലെങ്കിൽ അതിൻ്റെ റിസപ്റ്റേഴ്സിൻ്റെ എണ്ണം കുറവായിരിക്കും, അതിൻ്റെ പ്രൊഡക്ഷൻ കുറവായിരിക്കും. അങ്ങനെ പ്രൊഡക്ഷൻ കുറവാണെങ്കിൽ ആ വ്യക്തികൾ പാർട്ട്ണറിനെ ചതിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അവർക്ക് ഒരേ സമയം ഒരുപാട് പേരോട് പ്രണയം തോന്നും. ആ പ്രണയമൊക്കെ അവർ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ശ്രമിക്കും. അവർ ഡിവോഴ്സ് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ജാതകം പരിശോധിക്കുന്നതിന് പകരം നമുക്ക് DNA പരിശോധിക്കാമെന്ന് തമാശയ്ക്ക് പറയാം. അത് തമാശയ്ക്ക് മാത്രം അങ്ങ് പറഞ്ഞാൽ മതി, അത് യാഥാർത്ഥ്യമാക്കണ്ട. കാരണം ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഉദാഹരണത്തിന് ഒരു വ്യക്തി, ആ വ്യക്തിക്ക് 334 അലീലിൻ്റെ ഒന്നിലധികം കോപ്പികളുണ്ടെന്ന് കരുതുക. പക്ഷേ ആ വ്യക്തിക്ക് ഒരാളോട് മാത്രമേ പ്രണയം തോന്നത്തുള്ളൂ. അങ്ങനെയുള്ളൊരു സാധ്യത കൂടിയുണ്ട്. കാരണം നമുക്ക് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഉണ്ട് നമ്മുടെ തലച്ചോറിൻ്റെ ഭാഗമായിട്ട്. ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിലൂടെ നമുക്ക് ഡിസിഷൻ മേക്കിംഗ് നടത്താം. നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാം, ചതിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കാം, എമ്പതി തോന്നാം. നമ്മുടെ പാർട്ട്ണറിനോടുള്ള പ്രണയം, ആ പ്രണയത്തിനും ഉപരിയായിട്ട് ആ പാർട്ട്ണറിന് ഉണ്ടാകുന്ന മനോവിഷമങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നമ്മുടെ പാർട്ട്ണറിനെ നമ്മൾ ചീറ്റ് ചെയ്യുമ്പോൾ പാർട്ട്ണറിന് എന്തുമാത്രം വിഷമമായിരിക്കും ഉണ്ടാകുന്നതെന്ന് നമ്മുടെ തലച്ചോറ് നമുക്ക് പറഞ്ഞു തരും. അതിനുള്ള ഒരു ശേഷി മനുഷ്യനുണ്ട്. അതായത് നമ്മുടെ ഹാർഡ്വെയറുമായിട്ടുള്ള ഒരു പ്രശ്നം മാത്രമല്ല, സോഫ്റ്റ്വെയറും ഇവിടെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഹാർഡ്വെയർ നമുക്ക് മാറ്റാൻ പറ്റില്ല, നമ്മുടെ ജീൻ നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷേ സോഫ്റ്റ്വെയറിൽ ചില അഴിച്ചുപണികളൊക്കെ നമുക്ക് എപ്പോഴും നടത്താൻ പറ്റും. അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ വികാരങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാം. 334 അലീൽ ഒന്നിലധികം ഉണ്ടെങ്കിലും നമുക്ക് ഒരൊറ്റ സ്ത്രീയുമായിട്ട് തന്നെ വർഷങ്ങളോളം അല്ലെങ്കിൽ ഒറ്റ പുരുഷനുമായിട്ട് വർഷങ്ങളോളം സന്തോഷത്തോടെ ജീവിക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ജീനിൻ്റെ കുറ്റമാണ്, എൻ്റെ കുറ്റമല്ല, മനുഷ്യൻ ഇങ്ങനെയാണ് അതുകൊണ്ട് ഞാനും ഇങ്ങനെ തന്നെയാണെന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. അത് വെറും ന്യായീകരണം മാത്രമാണ്. ഞാനൊരു കേസ് പറയാം. ഉദാഹരണത്തിന് എന്നെ തന്നെ എടുക്കാം. ഞാൻ ഒരു കൂട്ടം സ്ത്രീകളെ കണ്ടു. ആ ഒരു കൂട്ടം സ്ത്രീകളും അതിസുന്ദരികളാണ്. അവരുമായിട്ട് എനിക്ക് ഇൻട്രാക്റ്റ് ചെയ്യാൻ സാധിച്ചു. എല്ലാവരുമായിട്ട് ഏതാണ്ട് ഒരുപോലൊക്കെ തന്നെയാണ് ഇൻട്രാക്റ്റ് ചെയ്തത്. പക്ഷേ അതിൽ ഒരാളോട് മാത്രമാണ് എനിക്ക് പ്രണയം തോന്നിയത്. അവിടെ പേഴ്സൺ എ ഉണ്ടെന്ന് കരുതുക, ആ പേഴ്സൺ എയോടാണ് എനിക്ക് പ്രണയം തോന്നിയത്. പേഴ്സൺ എ കൂടാതെ പേഴ്സൺ ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, അങ്ങനെ ഒരുപാട് ആൽഫബറ്റ്സ് ഉണ്ട്. അവരോടൊന്നും പ്രണയം തോന്നാതെ എങ്ങനെയാണ് എനിക്ക് ആ ഒരു വ്യക്തിയോട് മാത്രം, പേഴ്സൺ എയോട് മാത്രം പ്രണയം തോന്നിയത്? നിങ്ങളെല്ലാവർക്കും അല്ലെങ്കിൽ മിക്ക ആളുകൾക്കും ഇത്തരത്തിലുള്ളൊരവസ്ഥ ഉണ്ടായിരിക്കും. ഒരുപാട് പേരോട് സംസാരിക്കുന്നുണ്ട്, ഏതാണ്ട് ഒരേപോലൊക്കെ തന്നെയാണ് സംസാരിച്ചത്, ഒരുപോലൊക്കെ തന്നെയായിരിക്കും കണ്ടിട്ടുള്ളത്. പക്ഷേ അതിൽ ഒരാളോട് മാത്രം നമുക്ക് പ്രണയം തോന്നി. അതിൻ്റെ പിന്നിൽ എന്തോ ഒരു രഹസ്യമില്ലേ? നമ്മൾ പറയുക അതങ്ങനെയാണ്, ഇത് ശരിക്കും ഒരു മാജിക്ക് പോലെയാണ്, ഒരു റാൻഡംനെസ് പോലെയാണ്, നമുക്ക് എങ്ങനെയാണ് പ്രണയം തോന്നിയതെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ലെന്നൊക്കെ ആയിരിക്കും പറയുക. എന്നാൽ അങ്ങനെയല്ല. സയൻറ്റിഫിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ശരിക്കും ഇതിൻ്റെ പിന്നിലൊരു കാരണക്കാരനുണ്ട്. നമ്മുടെ തലച്ചോറിൽ അടങ്ങിയിരിക്കുന്ന ഒരു അൽഗരിതമുണ്ട്. ഓരോ വ്യക്തികളുമായിട്ട് നമ്മൾ ഇടപെടുമ്പോൾ ഈ അൽഗരിതം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ പ്രവർത്തനം കാരണം നമ്മൾക്ക് ഓരോ വികാരങ്ങളായിരിക്കും ഓരോരുത്തരോട് തോന്നുക. അത് പ്രണയമാകുന്നത് ഒരൊറ്റ വ്യക്തിയോടായിരിക്കാം, ചിലപ്പോൾ 2-3 വ്യക്തികളോടും തോന്നിയേക്കാം. എന്നാലും ഒരുപാട് പേരോട് പ്രണയം തോന്നുന്നത് വളരെ വളരെ റെയറായിട്ടുള്ളൊരു കേസാണ്. അല്ലെങ്കിൽ ഒരിക്കലും നടക്കാത്ത കേസാണെന്ന് പറയാം. അങ്ങനെ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് പ്രണയമായിരിക്കില്ല, അത് ലസ്റ്റ് ആകാനുള്ള സാധ്യതയാണ് കൂടുതൽ. തലച്ചോറിലുള്ള അൽഗരിതത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഈ അൽഗരിതം ശരിക്കും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിൻ്റെ ഓരോ ഇൻസ്ട്രക്ഷൻസും ഓരോ സ്റ്റെപ്സും എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഒരാളോട് മാത്രം നമുക്ക് പ്രണയം തോന്നാൻ സാധിക്കുന്നത്? അതിൻ്റെ പിന്നിൽ ഒരുപാട് ഡാറ്റാ പോയിൻറ്റുകളുണ്ട്. ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ഡാറ്റാ പോയിൻറ്റുകളുണ്ട്.
എന്നാൽ അതിൽ വളരെ പ്രധാനപ്പെട്ട ചില ഫാക്ടേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു കൂട്ടം ഡാറ്റ പോയിൻറ്റ്സിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതിലെ പ്രധാനപ്പെട്ട പോയിൻ്റ് ശരിക്കും നമ്മളെ ഞെട്ടിക്കും. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഈ അൽഗോരിതം പ്രവർത്തിക്കുന്നത്. നമ്മൾ സ്ഥിരം പറയുന്ന ഒരു ഫ്രേസ് ഉണ്ട്, ഓപ്പോസിറ്റ് അട്രാക്ട്സ്. എന്നാൽ പ്രണയത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഓപ്പോസിറ്റ് അല്ല, സിമിലർ ആയിട്ടുള്ളവയാണ് അട്രാക്റ്റ് ചെയ്യുന്നത്. ബയോളജിയിൽ ഇതിനെ പോസിറ്റീവ് അസോസിയേറ്റീവ് മേറ്റിംഗ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് പ്രണയം തോന്നുന്നത് നിങ്ങളെപ്പോലെ തന്നെയുള്ള ഒരു വ്യക്തിയോടായിരിക്കും, നിങ്ങളുടെ അതേ സാമൂഹിക സാമ്പത്തിക അവസ്ഥയിലുള്ള ഒരു വ്യക്തിയോടായിരിക്കും, ഏതാണ്ട് നിങ്ങളുടെ അതേ IQ ലെവലിലുള്ള ഒരു വ്യക്തിയോടായിരിക്കും, നിങ്ങളുടെ അതേ ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ് ഉള്ള ഒരു വ്യക്തിയോടായിരിക്കാം. നമ്മൾക്ക് നമ്മളെക്കുറിച്ചൊരു ധാരണയുണ്ട്, പലരും പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു ധാരണ. നമ്മൾ ഇത്രമാത്രം സുന്ദരനാണ് അല്ലെങ്കിൽ ഇത്രമാത്രം സുന്ദരിയാണ്. ആ ഒരു റേറ്റിംഗ് 10-ൽ 8 ആണെന്ന് കരുതുക. അങ്ങനെയാണ് നമ്മുടെ തലച്ചോറ് പഠിച്ചു വച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തലച്ചോറ് ഈ 10-ൽ 8 അട്രാക്റ്റീവ്നെസ്, ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ് ഉള്ള ഒരു വ്യക്തിയായിരിക്കും തേടിപ്പോകുന്നത്. അത് ബോധപൂർവം നമ്മൾ ചെയ്യുന്നൊരു കാര്യമല്ല. ബോധപൂർവം നമ്മൾ അത് അറിയുന്ന പോലും ഉണ്ടായിരിക്കില്ല. പക്ഷേ നമ്മുടെ അൽഗോരിതം സ്കാൻ ചെയ്യുന്നത് അങ്ങനെയായിരിക്കും. ഒരു ഡോക്ടറിന് അട്രാക്ഷൻ തോന്നുന്നത് മറ്റൊരു ഡോക്ടറിനോടായിരിക്കും. ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റിന് അട്രാക്ഷൻ ഏറ്റവും കൂടുതൽ തോന്നുന്നത് മറ്റൊരു പോസ്റ്റ് ഗ്രാജുവേറ്റിനോടായിരിക്കും. എവല്യൂഷൻ അനുസരിച്ച് നിങ്ങളുടെ ട്രൈബിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സ്വീകരിക്കാനായിരിക്കും നിങ്ങൾ തയ്യാറാകുന്നത്. നിങ്ങളുടെ ഭാഷ അറിയാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കും, നിങ്ങളുടെ കൾച്ചർ അറിയാൻ സാധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, നിങ്ങളുടെ അതേ സർവൈവൽ മെക്കാനിസം തന്നെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയോടായിരിക്കും. ഇതെല്ലാം 100% അങ്ങനെ തന്നെ നടക്കുമെന്നല്ല. കാരണം ഇതെല്ലാം ജെനറ്റിക്സ് ആണല്ലോ, ജെനറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്, കെമിക്കൽസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിലൊക്കെ വേരിയേഷൻസ് വരാം. കൂടാതെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സുമുണ്ട്. ഇനി നിങ്ങൾ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയോട് ഒരു സ്പാർക്ക് ഉണ്ടായെന്ന് പറയണ്ട. കാരണം ശാസ്ത്രീയമായിട്ട് അങ്ങനൊരു സ്പാർക്ക് ആർക്കും ആരോടുമില്ല. ലസ്റ്റിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കും, പക്ഷേ പ്രണയത്തിൻ്റെ കാര്യത്തിൽ അങ്ങനൊരു സ്പാർക്ക്നെസ് ഇല്ല. ശരിക്കും അവിടെ അൽഗോരിതം മാച്ച് ചെയ്തു എന്നാണ് പറയേണ്ടത്. നമ്മുടെ അൽഗോരിതത്തിന് കുറേയധികം ഡേറ്റ പോയിൻറ്റുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ചില ഡേറ്റ പോയിൻറ്റുകളൊക്കെ ഇതിൻ്റെ നേരെ വിപരീതമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളുടെ ഒരേ രീതിയിലല്ലാത്ത ആളുകളോട് പ്രണയം തോന്നുന്ന കേസുകളുമുണ്ട്. ശരിക്കും മണത്തിൻ്റെ രൂപത്തിലാണ് അങ്ങനൊരു അട്രാക്ഷൻ തോന്നുന്നത്. ശരിക്കും ഗവേഷകർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരീക്ഷണം തന്നെ നടത്തിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഫിറോമോൺസും MHC അല്ലെങ്കിൽ മേജർ ഹിസ്റ്റോ കോമ്പാറ്റിബിലിറ്റി കോംപ്ലക്സുമാണ്. ഇത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ, നമ്മുടെ രോഗപ്രതിരോധ ശേഷിയുടെ വിരലടയാളമാണ്. ഒരു പരീക്ഷണം നടത്തി. കുറേയധികം സ്ത്രീകളെയും പുരുഷന്മാരെയും വെച്ചിട്ടുള്ള പരീക്ഷണമാണ്. പുരുഷന്മാർക്ക് ഒരേ തരത്തിലുള്ള ടീഷർട്ടുകൾ ധരിക്കാൻ കൊടുത്തു. അവർ ഡിയോഡ്രൻറ്റോ പെർഫ്യൂമോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഒന്നും ഉപയോഗിക്കാതെ 2 ദിവസം അവർ ആ ടീഷർട്ട് ധരിച്ചുകൊണ്ട് നടന്നു. അതിനുശേഷം അവരുടെ എല്ലാം ടീഷർട്ട് എടുത്തു മാറ്റി. ഊരി മാറ്റിയതിന് ശേഷം ടെസ്റ്റിന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്ന സ്ത്രീകൾക്ക് ഇത് കൊടുത്തു. അവർ ഓരോ ടീഷർട്ടായിട്ട് മണത്ത് നോക്കി. എന്നിട്ട് അവർക്ക് തോന്നുന്ന വികാരം എന്താണെന്ന് നോട്ട് ചെയ്തു. പ്രണയമാണോ, അല്ലെങ്കിൽ ഒരു സഹോദരനോട് തോന്നുന്ന വികാരമാണോ, അച്ഛനോട് തോന്നുന്ന വികാരമാണോ, ഇതൊക്കെയാണ് അവർ നോട്ട് ചെയ്തത്. ഈ പരീക്ഷണം നടത്തുന്നതിന് മുൻപ് തന്നെ ഈ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഇമ്മ്യൂൺ സിസ്റ്റം പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഏതൊക്കെ പുരുഷന്മാരുമായിട്ടാണ് മാച്ചിങ്, ഏതൊക്കെ പുരുഷന്മാരുമായിട്ട് മാച്ചിങ് ഇല്ല, ഈ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്ഭുതകരമായിട്ടുള്ളൊരു റിസൾട്ടാണ് കിട്ടിയത്. ചില സ്ത്രീകൾക്കൊക്കെ ചില പുരുഷന്മാരോട് ഒരു അട്രാക്ഷൻ തോന്നി, ആ ഒരു ഫിറോമോൺ കാരണം, ആ ഒരു സ്മെല്ല് കാരണം. പക്ഷേ അത്ഭുതം, അവരുടെ അതേ ഇമ്മ്യൂൺ സിസ്റ്റം ഉള്ള ആളുകളല്ല, നേരെ വിപരീതമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം ഉള്ള ആളുകളോടാണ് അവർക്ക് കൂടുതലായിട്ട് ഇഷ്ടം തോന്നിയത്. അതേസമയം ചില ഗന്ധങ്ങളൊക്കെ അവരെ റിമൈൻഡ് ചെയ്യിച്ചത് അവരുടെ അച്ഛനെയും സഹോദരനെയുമാണ്. അതായത് ഒട്ടും തന്നെ സെക്സി അല്ലാത്ത തോട്ട്. ആ ഒട്ടും തന്നെ സെക്സി അല്ലാത്ത തോട്ടുകളൊക്കെ ഉണ്ടായിരിക്കുന്നത് അവരുടെ അതേ ഇമ്മ്യൂൺ സിസ്റ്റം ഉള്ള പുരുഷന്മാരിൽ നിന്നാണ്. ബട്ട് വൈ? എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാരണം? പരിണാമപരമായിട്ടുള്ള ഒരു കാരണമുണ്ട്. ഡിഫറൻ്റ് ആയിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം ഉള്ള ആളുകൾ തമ്മിലാണ് മേറ്റ് ചെയ്യുന്നതെങ്കിൽ അവർക്കുണ്ടാകുന്ന കുട്ടികൾക്ക് കുറച്ചുകൂടെ മികച്ച ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ആയിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകും, എവല്യൂഷന് ബോധമുണ്ടോ, ചിന്തയുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ പോലെയാണോ, അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു കൺട്രോളർ ഉണ്ടോ? എവല്യൂഷന് അങ്ങനെയുള്ള ഒരു ചിന്തയോ ഒന്നുമില്ല. എന്നാൽ അത്തരത്തിലുള്ള മെക്കാനിസം നമ്മൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് നിലനിൽക്കാൻ സാധിക്കുന്നത്. നമുക്ക് കൂടുതൽ ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടാകുന്നത്, കൂടുതൽ രോഗപ്രതിരോധ ശേഷി ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ
കൂടുതലായിട്ട് വരുന്ന വൈറസുകളെയും ബാക്ടീരിയകളെയും ഒക്കെ നമ്മുടെ ശരീരത്തിന് തന്നെ നശിപ്പിച്ച് കളയാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ജനിതകപരമായിട്ടുള്ള പല രോഗങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ നമ്മളെക്കൊണ്ട് സാധിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ നമ്മളൊരു വ്യക്തിയെ കണ്ട് ആ വ്യക്തിയോട് ഹായ് ഹലോ ഒക്കെ പറയുന്നതിന് മുൻപ് തന്നെ ഗന്ധത്തിൻ്റെ രൂപത്തിൽ ഒരു സിഗ്നൽ നമ്മുടെ തലച്ചോറിന് കിട്ടിക്കഴിഞ്ഞു. തലച്ചോറിലെ അൽഗരിതം പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തിക്കുന്നതിൽ ഒരു ഫാക്ടർ അവരുടെ ഗന്ധമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലൊന്നുമല്ല നമ്മുടെ ഇന്ത്യയിലെ കാര്യങ്ങൾ. ഇന്ത്യയിൽ ഒരുപാട് വില്ലന്മാരുണ്ട്. ജാതി വില്ലനാണ്, മതം വില്ലനാണ്, സാമ്പത്തിക ശേഷി വില്ലനാണ്, അങ്ങനെ ഒരുപാട് വില്ലന്മാർ. ആ വില്ലന്മാരെയൊക്കെ അതിജീവിച്ച് ഒന്നിക്കുക എന്ന് പറയുന്നത് വളരെ ദുസ്സഹമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഒന്നിക്കാതെ പലപ്പോഴും നടക്കുന്നത് ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കും. അവിടെ നമ്മുടെ മൂക്കിന് പോയി മണപ്പിക്കാനൊന്നും സാധിക്കില്ല. കാരണം അത് അറേഞ്ച്ഡ് ആയിരിക്കും. അവർ പെർഫ്യൂമോ അല്ലെങ്കിൽ ഡിയോഡ്രൻറ്റോ ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അവിടെ നമ്മൾ അനലൈസ് ചെയ്യുന്നത് നമ്മുടെ തലച്ചോറ് ഉപയോഗിച്ചിട്ടായിരിക്കില്ല, നമ്മുടെ മാതാപിതാക്കളുടെയും അമ്മാവന്മാരുടെയും ഒക്കെ തലച്ചോറ് ഉപയോഗിച്ചിട്ടായിരിക്കും. അപ്പോൾ അവിടെ കിട്ടുന്ന സിഗ്നലുകളൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. പ്രണയത്തിന് സൗന്ദര്യമില്ലെന്നാണ് പലരും പറയുന്നത്. എന്നാൽ അത് വെറും കവിഭാവന മാത്രമാണ്. സൗന്ദര്യം നോക്കാതെയുള്ള പ്രണയങ്ങളുണ്ട്, പക്ഷേ അത് വളരെ വളരെ റെയറാണ്. നമ്മുടെ ബ്രെയിനിൻ്റെ അൽഗരിതത്തിൽ സൗന്ദര്യത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പക്ഷേ സൗന്ദര്യത്തിന് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഡേറ്റാ പോയിൻറ്റ്സ് ഉണ്ട്. ആ ഡേറ്റാ പോയിൻറ്റ്സിൽ ഒന്നാണ് സൗന്ദര്യം. സൗന്ദര്യം എന്ന് പറയുമ്പോൾ ബ്രെയിൻ സൗന്ദര്യത്തെ മനസ്സിലാക്കുന്നത് സിമെട്രിയിലൂടെയാണ്. സിമെട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തിൻ്റെ രണ്ട് വശങ്ങൾ, ആ രണ്ട് വശങ്ങളിൽ ഒരു വശം എടുക്കുക, അതായത് ലെഫ്റ്റ് സൈഡ് എടുത്തു, അതുപോലെ റൈറ്റ് സൈഡ് എടുത്തു, രണ്ടും ഒരുപോലെ തന്നെയാണെങ്കിൽ ആ വ്യക്തി നല്ല സിമെട്രി ഉള്ള വ്യക്തിയാണെന്നാണ്. മുഖത്തിൻ്റെ രണ്ട് വശങ്ങൾക്കും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സിമെട്രി ഉണ്ടെങ്കിൽ തലച്ചോറ് നമ്മളോട് പറഞ്ഞു തരും ഈ വ്യക്തിക്ക് സൗന്ദര്യമുണ്ടെന്ന്. നമ്മുടെ മുഖത്തിൻ്റെ ആ സിമെട്രി എപ്പോഴും ഒരുപോലെ പെർഫെക്റ്റ് ആയിരിക്കില്ല. ചില ആളുകളുടെ മൂക്കൊരൽപ്പം വളഞ്ഞിട്ടായിരിക്കും, ചില ആളുകളുടെ കണ്ണുകളിൽ മിസ്അലൈൻമെൻറ്റ് ഉണ്ടായിരിക്കും. ഒരു കണ്ണ് ഒരല്പം വലിപ്പക്കൂടുതലുള്ളതായിരിക്കും, മറ്റേതൊരല്പം വലിപ്പക്കുറവുള്ളതായിരിക്കും. ഒരു കണ്ണ് അല്പം മുകളിലേക്ക് ഉയർന്നിട്ടായിരിക്കും, ഒരു കണ്ണ് അല്പം താഴേക്ക് താഴ്ന്നിട്ടായിരിക്കും. ഈ ഫാക്ടേഴ്സിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരു വ്യക്തിയുടെ ഫേസ് സിമെട്രിക് ആണെങ്കിൽ ആ വ്യക്തിയുടെ ജീനിൽ മ്യൂട്ടേഷൻ സംഭവിക്കാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ മ്യൂട്ടേഷൻ കുറവാണെങ്കിൽ ആ വ്യക്തി കുറേ കൂടി ആരോഗ്യമുള്ള ഒരു വ്യക്തിയാണെന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയിലൂടെ ഉണ്ടാകുന്ന ഓഫ് സ്പ്രിങ്സും നല്ല ആരോഗ്യമുള്ളവരായിരിക്കും. അവർക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കും. പ്രാചീന കാലഘട്ടത്തിലെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ സിമെട്രി കൂടുതലും ശ്രദ്ധിച്ചിരുന്നത് സ്ത്രീകളിലാണ്. പുരുഷന്മാരിലേക്ക് വരുമ്പോൾ മുഖത്തിൻ്റെ സിമെട്രി ആയിരിക്കില്ല, അതിനുപരിയായി അവരുടെ ആരോഗ്യമായിരിക്കും പരിശോധിക്കുക. ആരോഗ്യമുള്ള ഒരു പുരുഷന് കൂടുതലായിട്ട് ഭക്ഷണം കണ്ടെത്താൻ സാധിക്കും. അതുപോലെ വേട്ടയാടാൻ വരുന്ന മറ്റ് മനുഷ്യരിൽ നിന്ന്, മറ്റ് മൃഗങ്ങളിൽ നിന്ന് പാർട്ട്ണറിനെ സംരക്ഷിക്കാൻ സാധിക്കും. ഓക്കെ, നിങ്ങളുടെ ബ്രെയിനിൻ്റെ അൽഗരിതം എല്ലാം പ്രവർത്തിച്ചു. നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ളൊരു വ്യക്തിയെ നിങ്ങൾ കണ്ടെത്തി. രണ്ടുപേരും പരസ്പര പ്രണയത്തിലായി, ഒന്നിക്കുന്നു. അതോടുകൂടി ഹാപ്പി എൻഡിങ് ആണോ? അല്ല. ഇനിയാണ് യഥാർത്ഥ പ്രോബ്ലം ആരംഭിക്കാൻ പോകുന്നത്. നമ്മുടെ ബ്രെയിൻ അത് ബോറടിക്കും. ബ്രെയിനിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. നിരന്തരമായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിരന്തരമായിട്ടൊരു വ്യക്തിയെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബ്രെയിൻ മടുക്കും. ന്യൂറോ സയൻസിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഹാബിറ്റുവേഷൻ. ഒരു കാര്യം നമുക്ക് ഹാബിറ്റായി കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറ് പിന്നീട് അത് നോട്ടീസ് ചെയ്യില്ല. ഉദാഹരണത്തിന് നിങ്ങൾ പുതിയതായി ഒരു ഷർട്ട് വാങ്ങിയെന്ന് കരുതുക. ആ പുതിയ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് നിങ്ങൾ വീടിന് വെളിയിലേക്ക് ഇറങ്ങുന്നു. അപ്പോൾ ശരിക്കും നിങ്ങളുടെ ആ ഷർട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതിൻ്റെ ടെക്സ്ചർ നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കും. അതിൻ്റെ പുതുമ നിങ്ങളുടെ ശരീരത്തിൽ മുഴുവനും ഉണ്ടായിരിക്കും. നിങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ആ ഷർട്ടിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കും. പിന്നീട് നിങ്ങൾ നിലവിൽ ധരിച്ചുകൊണ്ടിരിക്കുന്ന വസ്ത്രം ഏതാണെന്നുള്ള ചിന്ത പോലും നിങ്ങൾക്കുണ്ടായിരിക്കില്ല. നിങ്ങൾ അത് ധരിക്കുമ്പോഴുണ്ടായിരിക്കും. അത് ധരിച്ച് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ആ ഷർട്ടിനെക്കുറിച്ച് ചിന്തിക്കത്തേയില്ല. അതിൻ്റെ കാരണം നമ്മുടെ തലച്ചോറ് തന്നെയാണ്. തലച്ചോറ് ആദ്യമായിട്ട് കാണുന്ന ഒരു വസ്തുവിനെ വളരെ ക്യൂരിയസ് ആയിട്ട് നിരീക്ഷിക്കും. അങ്ങനെ ക്യൂരിയസ് ആയിട്ട് കുറേയധികം ദിവസം നിരീക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ശ്രദ്ധിക്കത്തില്ല. അങ്ങനെ ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മുടെ തലച്ചോറ് കൂടുതൽ ഊർജ്ജം ചെലവഴിക്കില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ചെലവഴിക്കേണ്ട ആവശ്യമില്ല, കാരണം അത് നമുക്ക് ഫെമിലറൈസ്ഡായി. അതുകൊണ്ട് ഇനി ഒരു അപകടവും സംഭവിക്കില്ല. എല്ലാ വസ്തുക്കളും അങ്ങനെ തന്നെയാണ്. നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ ശരിക്കും എക്സൈറ്റഡ് ആയിരിക്കും. എന്നാൽ ദിവസങ്ങൾ കഴിയും തോറും ആ എക്സൈറ്റ്മെൻറ്റ് കുറഞ്ഞു വരും. കാരണം അവിടെ എക്സൈറ്റഡ് ആകാനൊന്നുമില്ല, നിരന്തരം കാണുന്നതാണ്.
അത് നമുക്കൊരു അപകടവും ഉണ്ടാക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ജാഗരൂകരായിരിക്കേണ്ട ഒരാവശ്യവുമില്ല. ആദ്യമായി നമ്മുടെ പാർട്ട്ണർ നമ്മുടെ മുറിയിലേക്ക് വരുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കില്ല 5 കൊല്ലങ്ങൾക്ക് ശേഷം അതേ പാർട്ട്ണർ അതേ മുറിയിലേക്ക് വരുമ്പോഴുണ്ടാകുന്നത്. കാരണം കഴിഞ്ഞ 5 വർഷമായി എല്ലാ ദിവസവും ഇതുതന്നെയാണ് നടക്കുന്നത്. കാര്യമായിട്ടുള്ള എക്സൈറ്റ്മെൻ്റ് ഒന്നും അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യില്ല. ആദ്യം നമുക്ക് ഡോപ്പമിൻ വളരെ കൂടുതലായിരുന്നു. ആ ഡോപ്പമിൻ്റെ അളവ് പിന്നീട് കുറഞ്ഞു വരും. പക്ഷേ നമുക്ക് നമ്മുടെ തലച്ചോറിനെ ഹാക്ക് ചെയ്യാൻ സാധിക്കും. നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ഡോപ്പമിൻ ഇമ്പാക്റ്റ് നമുക്ക് വീണ്ടും നേടിയെടുക്കാൻ സാധിക്കും. അതിന് വളരെ രസകരമായിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. ഒരുപാട് വർഷമായിട്ടുള്ള നിങ്ങളുടെ പാർട്ട്ണറാണെന്ന് കരുതുക. നിങ്ങളുടെ വൈഫായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കാമുകനോ കാമുകിയോ ആയിരിക്കാം. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു, ഒന്നിച്ചാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഇല്ല. ആ എക്സൈറ്റ്മെൻറ്റ് വീണ്ടെടുക്കാനായിട്ട് നിങ്ങൾക്കൊരു അഡ്രിനാലിൻ റഷ് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു ഡേറ്റിന് ഞാനൊരു പേര് കൊടുക്കുന്നുണ്ട്. അതാണ് അഡ്രിനാലിൻ ഡേറ്റ്. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ടാകുമ്പോൾ ഒരു പുതുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഔട്ടിങ്ങിനൊക്കെ പോകും. ചിലപ്പോൾ എങ്ങോട്ടെങ്കിലും ഒരു ടൂർ പോകും, ഒരു റിസോർട്ടിൽ പോയി കുറച്ച് നാൾ താമസിക്കും. അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്തിക്കടയിൽ പോയി രണ്ടുപേരും മന്തി കഴിക്കും. പക്ഷേ ഇതുകൊണ്ട് കാര്യമായിട്ടുള്ളൊരു മാറ്റവും ഉണ്ടാകില്ല. കാരണം തലച്ചോറിന് കിട്ടുന്ന സിഗ്നലുകളൊക്കെ ഊഹിക്കാൻ പറ്റുന്ന സിഗ്നലുകൾ തന്നെയാണ്. അവിടെ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. ഇങ്ങനൊരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് തലച്ചോറിന് തന്നെ അറിയാം. എന്നാൽ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള, കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള പരിപാടികൾ ഏർപ്പെട്ട് കഴിഞ്ഞാലോ, രണ്ടുപേരും കൂടെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് പോയാലോ, അവിടെ ഒരു റോളർ കോസ്റ്റ് റൈഡിലൂടെ കടന്നു പോയാലോ, അങ്ങനെ ഒരു റൈഡിലൂടെ കടന്നു പോകുമ്പോൾ അഡ്രിനാലിൻ റഷ് ഉണ്ടാകും, ഒരു ഭീതി ഉണ്ടാകും, ഡേഞ്ചർ എന്നുള്ളൊരവസ്ഥ ഉണ്ടാകും. ആ അവസ്ഥ ഉണ്ടാകുന്ന ആ ഒരു നിമിഷം നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനെ ഒന്ന് നോക്കുക. അപ്പോൾ അഡ്രിനാലിൻ റഷ് ഉണ്ട്. മുമ്പില്ലാത്തത്ര പ്രണയം നിങ്ങൾക്ക് ആ വ്യക്തിയോട് തോന്നും. അത് ഉറപ്പാണ്. അതിന് എല്ലായ്പ്പോഴും നമുക്ക് ഒരു റോളർ കോസ്റ്ററിൽ കയറേണ്ട ആവശ്യമില്ല. നമുക്ക് കംഫർട്ടബിൾ അല്ലാത്ത, അല്ലെങ്കിൽ ഒരല്പം അപകടം തോന്നിക്കുന്ന എന്തെങ്കിലും ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയാൽ മതി. നമുക്കൊട്ടും വശമില്ലാത്ത സൽസ ഡാൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്ന് കരുതുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്ലാസ് നമ്മൾ രണ്ടുപേരും കൂടെ അറ്റൻഡ് ചെയ്യുകയാണെന്ന് കരുതുക. അങ്ങനെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അവിടെയും ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ടാകും, ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകും. ആ എക്സൈറ്റ്മെൻറ്റും പ്രണയത്തിലേക്ക്, അല്ലെങ്കിൽ അഡ്രിനാലിൻ റഷിലൂടെ ഉണ്ടാകുന്ന ആ ഒരു ഡോപ്പമിൻ ഇമ്പാക്റ്റിലേക്ക് വഴിമാറും. ഇതിനെയാണ് മിസ് ആട്രിബ്യൂഷൻ ഓഫ് എറൗസൽ എന്ന് പറയുന്നത്. മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സൈറ്റഡ് ആയത്, അല്ലെങ്കിൽ ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ടായത്. എന്നാൽ ആ ഒരു സംഭവത്തെ നമ്മൾ നമ്മുടെ പാർട്ട്ണറുമായിട്ട് കണക്ട് ചെയ്തു. നമ്മുടെ ബ്രെയിൻ ആകെ കൺഫ്യൂസ്ഡായി. അപ്പോൾ ബ്രെയിൻ പിന്നീട് ചിന്തിക്കുന്നത് ഈ വ്യക്തിയോടുള്ള ആ പ്രണയം കാരണം ഉണ്ടായിട്ടുള്ള എക്സൈറ്റ്മെൻ്റ് ആണെന്നാണ്. അത് പിന്നീട് നമുക്കൊരു ഡോപ്പമിൻ സ്പൈക്ക് ഉണ്ടാക്കിയെടുക്കും. പക്ഷേ ഇത് അങ്ങ് ലോങ് ടേമിൽ കണ്ടിന്യൂ ചെയ്തു പോകാൻ പറ്റുമോ? ഒരിക്കലും ഒരു ഡോപ്പമിൻ റഷ് നമുക്ക് ലോങ് ടേമിൽ കൊണ്ടുപോകാൻ സാധിക്കില്ല. ലോങ് ടേമിൽ കൊണ്ടുപോകണമെങ്കിൽ ഓക്സിറ്റോസിൻ ഉണ്ടാകണം. ഇത്തരത്തിലുള്ള അഡ്രിനാലിൻ റഷിനൊക്കെ ശേഷം പിന്നീട് വീണ്ടും നമ്മൾ പഴയ അവസ്ഥയിലേക്ക് മടങ്ങി വരും. പഴയ അവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് മൈക്രോ മൂവ്മെൻറ്റുകൾ ഉണ്ടാക്കിയെടുക്കാം. ചെറിയ ഹഗ്, ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡ് ഡെയിലി ഹഗ് ചെയ്യാൻ ശ്രമിക്കുക. ഒന്നിച്ചിരുന്ന് TV കാണുക. അങ്ങനെ TV കാണുമ്പോൾ കൈകൾ കോർത്ത് പിടിക്കാൻ ശ്രമിക്കുക. പരസ്പരം കണ്ണോട് കണ്ണ് നോക്കിയിരിക്കാൻ ശ്രമിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ നോക്കി ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഓക്സിറ്റോസിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിൽ നമുക്ക് ഏർപ്പെടാൻ ഉറപ്പായിട്ടും സാധിക്കും. അവിടെ ബോറടിയില്ല. ബോറടി ഉണ്ടാകുന്നതെല്ലാം ഡോപ്പമിനിലാണ്. ഡോപ്പമിൻ ഉണ്ടാകുന്ന ഒരു സ്പൈക്ക് അത് യഥാർത്ഥ പ്രണയമൊന്നുമല്ല. യഥാർത്ഥ പ്രണയം, ലോങ് ടേമിൽ നടക്കുന്ന പ്രണയം, അത് ഓക്സിറ്റോസിനും വാസോപ്രസിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അത് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് സ്ത്രീകളിലാണ്. പുരുഷന്മാരിലുമുണ്ട്. പുരുഷന്മാർക്കും ലോങ് ടേമിൽ പ്രണയിക്കാൻ സാധിക്കും. ഓക്സിറ്റോസിൻ കൂടുതലായി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സേഫ് ആണെന്നുള്ളൊരു തോന്നലുണ്ടാകും. ഈ വ്യക്തിയുടെ കൂടെ ഇരിക്കുമ്പോൾ സമാധാനമാണെന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാകും. അത് നമുക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മളിൽ ഓക്സിറ്റോസിൻ ഇല്ലെന്നാണ് അർത്ഥം. ഓക്സിറ്റോസിൻ നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ആദ്യം ഒരു അഡ്രിനാലിൻ ഷോട്ട് കൊടുക്കുക. അപ്പോൾ ഒരു സ്പാർക്ക് ഉണ്ടാകും. ആ സ്പാർക്ക് നിരന്തരമായി കത്തിക്കൊണ്ടിരിക്കണം. ഒരിക്കലും കെടാത്ത ഒരു വിളക്ക് പോലെ കത്തിക്കൊണ്ടിരിക്കണം. അവിടെ എണ്ണ ആവശ്യമുണ്ട്. ഇവിടെ എണ്ണയായിട്ട് പ്രവർത്തിക്കുന്നത് ഓക്സിറ്റോസിനാണ്. ശാസ്ത്രത്തിന് ഒരുപാട് പരിമിതികളുണ്ട്.
ഒരു കാര്യം എന്തുകൊണ്ട് അങ്ങനെ നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രത്തിന് അത് വളരെ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും, ശാസ്ത്രീയമായിട്ടുള്ള മാർഗങ്ങളിലൂടെ. പക്ഷേ അങ്ങനെ നടക്കുന്നത് കാരണമുണ്ടാകുന്ന ഫീലിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രം ശരിക്കും സ്ട്രഗിൾ ചെയ്യും. FMRIയിലൂടെ ഒരു വ്യക്തിക്ക് പ്രണയം ഉണ്ടായി നമുക്ക് തിരിച്ചറിയാം. ആ FMRI ഒന്ന് പരിശോധിച്ചാൽ മതി. പക്ഷേ നിങ്ങളുടെ കുഞ്ഞിനെ, പുതുതായിട്ടുണ്ടായ കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിലെടുക്കുകയാണ്. അങ്ങനെ കയ്യിലെടുക്കുമ്പോൾ ഉണ്ടാകുന്ന നിങ്ങളുടെ ഫീലിംഗ് എന്താണെന്ന് ശാസ്ത്രീയമായിട്ട് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. 30-40 വർഷമൊക്കെ പ്രണയിച്ച് നടന്നിരുന്ന ഒരു വ്യക്തി ലൈഫ് പാർട്ട്ണറായിരുന്നു. ആ പാർട്ട്ണർ ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതെയായി. ആ സമയത്ത് ആ വ്യക്തി അനുഭവിക്കുന്ന മനോവ്യാപാരം എന്താണെന്നും ശാസ്ത്രത്തിന് കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കില്ല. നിങ്ങളൊരു താജ്മഹൽ പണിയുകയാണ്. താജ്മഹലിൻ്റെ ഡിസൈൻ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ തലച്ചോറ് അതിനെ സ്വീകരിക്കുന്നതെന്ന്, അല്ലെങ്കിൽ ആ ഫീൽ എന്താണെന്ന് ഒരിക്കലും ശാസ്ത്രത്തിന് കണ്ടെത്താൻ സാധിക്കില്ല. അതുപോലെ നിങ്ങളൊരു പടം വരയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ നൃത്തം ചെയ്യുമ്പോൾ, നിങ്ങൾ പുതുതായിട്ട് ഒരു നൃത്തം കണ്ടെത്തുമ്പോൾ, ആ ഒരു നൃത്തത്തിൻ്റെ പാറ്റേൺ കണ്ടെത്തുമ്പോൾ എന്ത് ഫീലിങ്ങിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്ന് ഒരിക്കലും ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഫിസിക്സിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട്, സം ഈസ് ഗ്രേറ്റർ ദാൻ പാർട്സ്. ആകത്തുക അതിമനോഹരമായിരിക്കും, എന്നാൽ ആ ആകത്തുകയെ ഉണ്ടാക്കിയെടുക്കുന്ന ചെറിയ ചെറിയ കണങ്ങൾ അതത്ര നല്ലതായിരിക്കില്ല. ഒരു റെയിൻബോ ഉണ്ടാകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. ആ റെയിൻബോ അതിമനോഹരമാണ്, മഴവില്ല്. പക്ഷേ ആ മഴവില്ലുണ്ടാക്കുന്ന പ്രോസസ്സിലേക്ക് പോയാലോ, അതിൻ്റെ വളരെ നേർത്ത ഡ്രോപ്ലെറ്റ്സിലേക്ക്, ആ മഴത്തുള്ളികളിലേക്ക് പോയാലോ, അതിൽ അത്ര എക്സൈറ്റ്മെൻ്റ് ഇല്ലെന്നാണ് ഈ ഒരു ഫേമസ് ഐഡിയ പറയുന്നത്. പക്ഷേ എനിക്കങ്ങനെയല്ല തോന്നുന്നത്. അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന യഥാർത്ഥ പ്രോസസ്സ് കൂടെ മനസ്സിലാക്കുമ്പോൾ ശരിക്കും ആ മഴവില്ലിൻ്റെ സൗന്ദര്യം ഇരട്ടിയായിട്ട് വർദ്ധിക്കുകയല്ലേ. ആ മഴത്തുള്ളികളിൽ പ്രകാശം കടന്നു പോകുന്നു, ഒരു റിഫ്രാക്ഷൻ നടക്കുന്നു. അങ്ങനെ അനേകം മഴത്തുള്ളികളിലൂടെ റിഫ്രാക്ഷൻ നടക്കുമ്പോൾ അവിടെ പ്രകാശത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള സ്പെക്ട്രത്തിലുള്ള പാറ്റേൺ അല്ലെങ്കിൽ മഴവില്ല് നമുക്ക് കാണാൻ സാധിക്കും. മഴവില്ല് അങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നുള്ള ഒരു ചിന്ത കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മഴവില്ലിനെ നമുക്ക് കുറച്ചുകൂടെ നന്നായി ആസ്വദിക്കാൻ സാധിക്കും. പ്രണയവും അതുപോലെയല്ലേ. ഇഷ്ടമുള്ള വ്യക്തിയെ കാണുമ്പോൾ നമ്മുടെ ഹൃദയം പടപടാന്നിരിക്കും. അതിൻ്റെ കാരണം നോ റിപ്പൈൻ ഫ്രൈൻ ആണെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രണയം മോശമാകില്ല. ദീർഘനാളത്തേക്ക് നമുക്ക് പ്രണയം തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ കാരണക്കാരൻ വാസോപ്രസിൻ എന്ന കെമിക്കലാണെന്ന് ചിന്തിച്ചാലും ആ പ്രണയത്തിൻ്റെ തീവ്രതയില്ലാതെ ആകില്ല. ശരിക്കും പറഞ്ഞാൽ ആ പ്രണയം കൂടുതൽ ഇരട്ടിയായിട്ട് മധുരമുള്ള ഒരു ഇവൻ്റായിട്ട് നമുക്ക് അനുഭവപ്പെടുത്തേ ഉള്ളൂ. കാരണം ഇതെല്ലാം ഒറ്റയടിക്കുണ്ടായി വന്നതല്ല. വർഷങ്ങൾ പിന്നിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള കെമിക്കലുകളൊന്നും ഉണ്ടായിരുന്നില്ല. മനുഷ്യർ ഇന്ന് കാണുന്ന മനുഷ്യരെ ആയിരുന്നില്ല, മനുഷ്യരെന്ന സ്പീഷീസ് തന്നെ ആയിരുന്നില്ല. വ്യത്യസ്തമായിട്ടുള്ള പല സ്പീഷീസ് ആയിരുന്നു നമ്മുടെ പൂർവികർ. ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് മനുഷ്യരിങ്ങനായി. ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് നമുക്ക് പ്രണയമുണ്ടായി. നമുക്കൊരു വ്യക്തിയോട് പ്രണയം തോന്നാൻ തുടങ്ങി, ഒരു മനുഷ്യൻ എന്ന രീതിയിലുള്ള പ്രണയം. ആ മനുഷ്യൻ എന്ന രീതിയിലുള്ള പ്രണയം നമുക്ക് ഇപ്പോൾ തോന്നുന്നത് കൊണ്ടാണ് നമ്മുടെ വേണ്ടപ്പെട്ടവർ നമ്മളോടൊപ്പം ഇപ്പോൾ താമസിക്കുന്നത്. നമ്മുടെ കുട്ടികൾ നമ്മളോടൊപ്പം കഴിയാനുള്ള കാരണവും അതേ വികാരം തന്നെയാണ്, പ്രണയം. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം. ഈ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിക്കാനും സാധിക്കും. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ അവൈലബിൾ ആണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ പരിശോധിക്കുക. കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ അല്ലെങ്കിൽ മെയിലിലൂടെയോ നിങ്ങൾക്ക് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇവയുടെ എല്ലാ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്.